കഥ ആരംഭിക്കുന്നത് ക്യാസി എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ക്യാസി എന്ന ഒരു ബാറിൽ തന്റെ ബാൻഡ് ദ ലോയലിനൊപ്പം പാട്ടുപാടുകയായിരുന്നു. പാട്ടുപാടൽ കഴിഞ്ഞതും അവിടുത്തെ വെയിട്രസ് ജോലിയിലേക്ക് അവൾ തിരിഞ്ഞു. തന്റെ നിലനിൽപ്പിനു വേണ്ടി ഒന്നിലധികം ജോലികൾ ക്യാസി ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാസി അവിടുത്തെ വെയിട്രസായി ജോലി നോക്കുന്ന തന്റെ സുഹൃത്തിനൊപ്പം സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് കുറച്ച് പട്ടാളക്കാർ കടന്നു വന്നു. വൈകാതെ ഇറാഖിലേക്ക് ഡ്യൂട്ടിക്ക് പോവാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു പട്ടാള സംഘമാണത്. അപ്പോഴാണ് വന്ന പട്ടാളക്കാരിൽ ഒരാൾ ഫ്രാങ്കി എന്ന തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് എന്ന് ക്യാസി തിരിച്ചറിയുന്നത്. ക്യാസി വേഗം ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതാണല്ലോ. അവർ കുശലങ്ങൾ പറഞ്ഞു. പിന്നാലെ തന്റെ വെയിട്രസായ ഫ്രണ്ടിനോട് അവരെ ഒന്ന് ഡീല് ചെയ്യാൻ പറഞ്ഞ് അവർക്ക് വേണ്ട ഡ്രിങ്ക്സ് എടുക്കുവാൻ ക്യാസി നേരെ കൗണ്ടറിലേക്ക് പോയി. പക്ഷേ ഡ്രിങ്ക്സുമായി അവൾ തിരിച്ചെത്തിയപ്പോഴേക്കും പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്ന അവിടുണ്ടായിരുന്ന പട്ടാളക്കാരൊക്കെയും ക്യാസിയെ കളിയാക്കുകയും അവളുടെ ഫീലിംഗ്സിനെ ഹർട്ട് ചെയ്യുകയും ചെയ്തു. ദേഷ്യപ്പെട്ടുകൊണ്ട് ക്യാസി അവിടെ നിന്ന് മാറുകയാണ്. ആ കൂട്ടത്തിൽ ലൂക്ക് എന്ന പേരുള്ള ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. ലൂക്ക് ക്യാസിയുടെ അടുത്തേക്ക് ചെന്ന് ക്യാസിയെ സമാധാനിപ്പിക്കാനും ചെറിയ തോതിൽ അവളോട് ഫ്ലേർട്ട് ചെയ്യാനും ശ്രമിച്ചു. പക്ഷേ ക്യാസിയാകട്ടെ ലൂക്കിനെ അവിടെ നിന്ന് പറഞ്ഞുവിടുകയായിരുന്നു ചെയ്തത്. പിന്നീട് പട്ടാളക്കാർ ഒക്കെ പോയി. ക്യാസി തന്റെ വെയിട്രസ് സുഹൃത്തുമായി സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു പട്ടാളക്കാരനെ കല്യാണം കഴിക്കുന്നതാ നല്ലത്. മന്ത്ലി ഹൗസ് ഹോൾഡ് കാര്യങ്ങളും ബാക്കി ചെലവുകളുമൊക്കെ ഗവൺമെന്റ് നോക്കിക്കോളും. പോരാത്തതിന് ഹെൽത്ത് ഇൻഷുറൻസും ലഭിക്കും. ഒരു പ്രശ്നവുമില്ലാതെ സുഖമായി ജീവിക്കാം. അപ്പോഴാണ് ക്യാസിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ക്യാസിക്ക് ഇറങ്ങാൻ നേരമായിരുന്നു. ക്യാസി ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. നേരെ കാറിൽ കയറി അവൾ തന്റെ ബാഗിൽ നിന്ന് ഇൻസുലിൻ എടുത്ത് കുത്തിവെക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ക്യാസി ഒരു ഷുഗർ രോഗിയാണ്. 6 മാസം മുമ്പായിരുന്നു ടൈപ്പ് 1 ഡയബറ്റിസ് അവൾക്ക് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. നിലവിൽ ഇൻസുലിനും മറ്റുമായിട്ടാണ് അവളിങ്ങനെ അഹോരാത്രം ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നതും. അടുത്ത ദിവസം ലൂക്ക് പതിവ് പോലെ ജോഗിങ്ങിനിറങ്ങിയതായിരുന്നു. പക്ഷേ മിസ്റ്റീരിയസ് ആയ ഒരു വ്യക്തി കാറിൽ വന്ന് ലൂക്കിനെ ഇടിക്കുവാനും മറ്റും ശ്രമിച്ചു. ലൂക്ക് ഓടി അതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി നിന്നപ്പോ കാറിലെ വ്യക്തി പുറത്തിറങ്ങി വന്നു. ജോണോ എന്നായിരുന്നു അയാളുടെ പേര്. ലൂക്ക് ജോണോയ്ക്ക് $15,000 കൊടുക്കാനുണ്ട്. ജോണോ ഒരു മയക്കുമരുന്ന് ഡീലറായിരുന്നു. ലൂക്ക് ഇപ്പോൾ പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുകയാണെങ്കിലും ലൂക്കിന് ഒരു പാസ്റ്റ് ഉണ്ട്. ലൂക്കിന്റെ അമ്മയുടെ മരണശേഷം ലൂക്കാകെ തകർന്നു പോയിരുന്ന സമയത്തായിരുന്നു അവൻ മയക്കുമരുന്നിന് അഡിക്റ്റ് ആകുന്നത്. അന്ന് ജോണോ ആയിരുന്നു ലൂക്കിന് സപ്ലൈ ചെയ്തിരുന്നത്. അതിന്റെ പണമായി $15,000 കൂടി ലൂക്ക് ജോണോക്ക് കൊടുക്കുവാനുണ്ട്. ലൂക്ക് ആ പണം വേഗം കൊടുത്തില്ലെങ്കിൽ ലൂക്കിന്റെ ഫാമിലിയെ വരെ വിവരമറിയിച്ച് അവർക്കെതിരെ വരെ താൻ തിരിയും എന്ന് ജോണോ ഭീഷണിപ്പെടുത്തി. ഉടനടി തന്നോളാം എന്ന് ലൂക്ക് പറയുകയും ചെയ്യുകയാണ്. അന്ന് രാത്രിയിൽ പതിവ് പോലെ ഇടവേളയെടുത്ത് ഇൻസുലിൻ കുത്തിവെക്കുവാൻ ക്യാസി അവിടുത്തെ ടോയ്ലറ്റിലേക്ക് കയറി. പക്ഷെ അപ്പോഴാണ് അവൾ ഞെട്ടലോടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവളുടെ ഇൻസുലിൻ തീരാറായിരുന്നു. അടുത്തതൊന്ന് വാങ്ങുവാൻ അവളുടെ പക്കൽ പണവുമില്ല. ഈ അവസ്ഥയിൽ തുടർന്നാൽ തന്റെ കാര്യം കഷ്ടത്തിലാകും എന്ന് ക്യാസിക്ക് തോന്നി. അപ്പോഴാണ് ക്യാസി തന്റെ വെയിട്രസായ സുഹൃത്ത് തലേ ദിവസം പറഞ്ഞ കാര്യം പെട്ടെന്ന് ഓർത്തത്. ഒരു മിലിറ്ററി വ്യക്തിയെ വിവാഹം കഴിച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസും മറ്റും സൗജന്യമായി ലഭിക്കും എന്നതായിരുന്നു അത്. അതോടെ ക്യാസി ഒന്ന് ചെയ്താലോ എന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ മിലിറ്ററി ക്വാർട്ടേഴ്സിൽ പോയി ക്യാസി സുഹൃത്തായ ഫ്രാങ്കിയെ കണ്ടു. തന്റെ ആരോഗ്യാവസ്ഥ പറഞ്ഞ ക്യാസി, നമുക്ക് വിവാഹം കഴിച്ചാലോ? ഒരു കൊല്ലത്തേക്ക് മതി. ഒരു കോൺട്രാക്ട് മാരേജ്. എനിക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ കിട്ടുവാനാണ്. ബാക്കി കിട്ടുന്ന ഹൗസ് അലവൻസും അതിന്റെ പൈസയും മുഴുവൻ ഞാൻ നിനക്ക് തന്നെ തന്നേക്കാം. നമുക്കിടയിൽ ഒരു ഡീലും വെക്കാം. 1 കൊല്ലം കഴിയുമ്പോൾ ഡിവോഴ്സും ചെയ്യാം. ഫ്രാങ്കി മുഴുവൻ കേട്ടു. അങ്ങനെ മിലിറ്ററിയിൽ ഒരു ഫേക്ക് മാരേജ് ചെയ്തത് പുറത്തറിഞ്ഞാൽ വലിയ നിയമപ്രശ്നവും മറ്റുമുണ്ട്. ശിക്ഷകളും കിട്ടിയേക്കാം. അതുകൊണ്ട് തന്നെ ഫ്രാങ്കി അത് പറ്റില്ലെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഇറാഖിലെ യുദ്ധത്തിന് പോയി താൻ തിരികെ വന്നു കഴിഞ്ഞാൽ തന്റെ ഗേൾഫ്രണ്ടിനെ വിവാഹം കഴിക്കാൻ താൻ തയ്യാറായി നിൽക്കുകയാണ്. അതിനുവേണ്ടി റിങ് വരെ വാങ്ങിവെച്ചിട്ടുണ്ട് എന്നും ഫ്രാങ്കി കൂട്ടിച്ചേർത്തിരുന്നു. അത് കേട്ട് ക്യാസി കുറച്ച് നിരാശയായി. എന്നിരുന്നാലും ഗേൾഫ്രണ്ടിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ഫ്രാങ്കിയെ ക്യാസി അഭിനന്ദിക്കുകയും മറ്റും ചെയ്തിരുന്നു. ക്യാസിയും ഫ്രാങ്കിയും തമ്മിലുള്ള ആ സംസാരം ഫ്രാങ്കിയുടെ സുഹൃത്തു കൂടിയായ ലൂക്ക് പുറത്തുനിന്ന് കേട്ടിരുന്നു. അടുത്ത ദിവസം തീരുമാനിച്ചുറപ്പിച്ച ലൂക്ക് ക്യാസിയെ ചെന്ന് കണ്ടു. കഴിഞ്ഞ ദിവസം ഫ്രാങ്കിയോട് ക്യാസി സംസാരിച്ച കാര്യങ്ങൾ താൻ കേട്ടെന്നും അത്തരത്തിലൊരു ഫേക്ക് മാരേജിന് താൻ തയ്യാറാണ് എന്നും ലൂക്ക് പറഞ്ഞു. ലൂക്കിന് പണത്തിന് ആവശ്യമുണ്ട്. ക്യാസിക്കാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിനും. ക്യാസിക്കും അതിനോക്കെയായിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഇറാഖിലേക്ക് ഡ്യൂട്ടിക്കായി ലൂക്ക് പോകും. അതിനു മുമ്പേ പള്ളിയിൽ വെച്ച് ചെറിയൊരു വിവാഹം നടത്താൻ അവർ തീരുമാനിച്ചു. സാക്ഷി ഒപ്പിടാൻ ലൂക്ക് വിളിച്ചിട്ടെത്തിയത് ഫ്രാങ്കിയായിരുന്നു. താൻ വാങ്ങിവെച്ചിരുന്ന റിങ് അവരുടെ ഫേക്ക് മാരേജിനായി ഫ്രാങ്കി അവർക്ക് കൊടുക്കുകയും ചെയ്തു. താൻ തിരിച്ചു വരുന്നവരെ ആ റിങ് സൂക്ഷിക്കണം എന്ന് ഫ്രാങ്കി ക്യാസിയോട് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ അവരുടെ ഫേക്ക് മാരേജ് നടന്നു. വൈകാതെ ലൂക്കും സംഘവും ഡ്യൂട്ടിക്കായി പുറപ്പെടുകയായിരുന്നു. ലൂക്കിനെ യാത്രയാക്കാൻ ക്യാസിയും പോയി. പോകുന്നതിനു മുമ്പ് തന്റെ സഹോദരന്റെ പേരും അഡ്രസ്
അഡ്രസ്സും ഫോൺ നമ്പറും എഴുതിയ ഒരു പേപ്പർ ലൂക്ക് ക്യാസിക്ക് കൊടുത്തു. യുദ്ധമുഖത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ സഹോദരനെ വിവരമറിയിക്കണം എന്ന് ലൂക്ക് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ നാളുകൾ കടന്നു പോവാൻ തുടങ്ങി. ഫേക്ക് മാരേജ് ആണെങ്കിലും പുറത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുവാനും ഒരു വിഷയം വന്നാൽ തെളിവുകൾ ഉണ്ടാവാനും അവർ തമ്മിൽ എപ്പോഴും ചാറ്റ് ചെയ്തു. ഇടയ്ക്കൊക്കെ വീഡിയോ കോളും. അങ്ങനെ ഒരിക്കൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയം യുദ്ധമുഖത്തെ അവസ്ഥ വളരെയധികം ഭീതിതമായി മാറിയിരുന്നു. അതിന്റെ ടെൻഷൻ ലൂക്കിലും സഹപ്രവർത്തകരിലും കാണാമായിരുന്നു. ക്യാസിക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യണം എന്ന് തോന്നി. അതിനുവേണ്ടി ക്യാസി തന്നെ ആയിടയ്ക്ക് എഴുതിയുണ്ടാക്കിയിരുന്ന കം ബാക്ക് ഹോം എന്ന പേരിലുള്ള ഒറിജിനൽ സോങ് അവർക്കായി അവൾ പെർഫോം ചെയ്തു. അവരെയൊക്കെയും മോട്ടിവേറ്റ് ചെയ്യാൻ പാകത്തിന് അത്രമേൽ മനോഹരമായ ഒരു ഗാനമായിരുന്നു അത്. ആ പാട്ട് ഒരു വൈറലായി തന്നെ മാറിയിരുന്നു. അടുത്ത ദിവസം വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് തങ്ങളുടെ ബാൻഡിന് വലിയൊരു വേദിയിൽ പെർഫോം ചെയ്യാൻ അവസരം വന്ന കാര്യം ക്യാസി ലൂക്കിനോട് പറഞ്ഞു. ലൂക്ക് തന്റെ ഭാഗ്യമായിരിക്കും എന്നും അവൾ കൂട്ടിച്ചേർത്തിരുന്നു. ക്യാസിയുടെ ആ ഹാപ്പി ഫേസ് ലൂക്കിനെയും ഏറെ സന്തോഷപ്പെടുത്തി. അങ്ങനെ ക്യാസിയുടെ പെർഫോമൻസിന്റെ ദിവസമെത്തി. ക്യാസി എന്ന വേദിയിൽ തന്റെ ഒറിജിനൽ സോങ് അത്രമേൽ മനോഹരമായി പാടിയിരുന്നു. പക്ഷേ അന്ന് രാത്രി തന്നെയായിരുന്നു ഇറാഖിൽ നിന്നും ഏറെ ദുഃഖപൂരിതമായൊരു വാർത്ത ക്യാസിയെ തേടി എത്തുന്നത്. ലൂക്കും സംഘവും ഒരു സ്ഫോടനത്തിനിരയായി. ലൂക്കിന് സാരമായ പരിക്കേറ്റു എന്ന വാർത്തയായിരുന്നു അത്. ആ സ്ഫോടനത്തിൽ ഫ്രാങ്കി കൊല്ലപ്പെട്ടിരുന്നു. വളരെയധികം പാനിക്കായ ക്യാസി വേഗം വീട്ടിലേക്ക് പോയി. ലൂക്ക് കൊടുത്തിരുന്ന ഡീറ്റെയിൽസ് തിരഞ്ഞു. ബ്രദറിന്റെ ഡീറ്റെയിൽസ് ബ്രദറിനെ വിളിച്ച് കാര്യങ്ങൾ പറയുവാനായിരുന്നു അത്. പക്ഷെ അത് എത്ര തിരഞ്ഞിട്ടും ക്യാസിക്ക് കിട്ടിയില്ല. എന്തു ചെയ്യുമെന്നറിയാതെ പാനിക്കായ ക്യാസി നെറ്റിൽ സെർച്ച് ചെയ്തു. ലൂക്കിന്റെ അഡ്രസ് ഭാഗ്യവശാൽ നെറ്റിൽ നിന്ന് അവൾക്ക് കിട്ടി. അടുത്ത ദിവസം അവൾ ആ അഡ്രസ്സിലേക്ക് ചെന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ലൂക്കിന്റെ അച്ഛനായിരുന്നു. എവിടെ നിന്ന് തുടങ്ങണം എന്ന് ക്യാസിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എന്നിരുന്നാലും താൻ ലൂക്കിന്റെ ഭാര്യയാണ് എന്ന തരത്തിൽ തന്നെ ക്യാസി ലൂക്കിന്റെ അച്ഛനോട് സംസാരിച്ചു തുടങ്ങി. യുദ്ധമുഖത്ത് വെച്ച് ലൂക്കിന് അപകടം പറ്റിയതായും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും സർജറി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ക്യാസി അവരെ അറിയിച്ചു. ലൂക്കിന്റെ അച്ഛന് വരെ അതല്പം ഞെട്ടലുണ്ടാക്കുന്ന കാര്യമായിരുന്നു. ലൂക്ക് ആർമിയിൽ ചേർന്നതുപോലും ലൂക്കിന്റെ അച്ഛൻ അറിഞ്ഞിരുന്നേയില്ല. ലൂക്കിന്റെ വിവാഹം കഴിഞ്ഞതും അച്ഛൻ അറിവുണ്ടായിരുന്നില്ല. ആകപ്പാടെ ലൂക്കിന്റെ കുടുംബം അറിഞ്ഞിരുന്നത് ലൂക്കിന് ഒരുപാട് കടമുണ്ടെന്നും ഫാമിലിക്ക് അവനൊരിക്കൽ ഒരു ബാധ്യതയായി മാറിയിരുന്നു എന്നത് മാത്രമായിരുന്നു. 3 ദിവസങ്ങൾക്കപ്പുറം തുടർ ചികിത്സയ്ക്കും മറ്റുമായി ലൂക്ക് അമേരിക്കയിലേക്ക് എത്തിക്കപ്പെട്ടു. മുഴുവൻ ഫാമിലിയും ലൂക്കിനെ കാണാൻ ആശുപത്രിയിൽ എത്തിയിരുന്നു. അവരെയൊക്കെയും കണ്ട് ലൂക്ക് വരെ അതിശയിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവരൊക്കെ തന്നെ പറ്റി അറിഞ്ഞത് എന്ന് ലൂക്കിന് അറിവുണ്ടായിരുന്നില്ല. ക്യാസിക്കും ലൂക്കിനും തനിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയതും ക്യാസി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലൂക്ക് പക്ഷേ ക്യാസിയോട് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. ലൂക്കിന്റെ അച്ഛൻ മിലിറ്ററി പോലീസിൽ നിന്ന് റിട്ടയർഡായ വ്യക്തിയാണ്. പണ്ട് തൊട്ടേ അച്ഛനുമായി അടുത്ത ബന്ധത്തിലല്ലാതിരുന്ന ലൂക്ക് അമ്മയുടെ മരണശേഷം കടക്കിണിയിലും മറ്റും പെട്ടപ്പോ ആരും സഹായിക്കാതെ വന്നപ്പോ കുടുംബവുമായുള്ള ബന്ധം തന്നെ വിട്ടതായിരുന്നു. ആകെ കുറച്ചെങ്കിലും അടുപ്പമുണ്ടായിരുന്നത് സഹോദരനോട് മാത്രമാണ്. ഇതിപ്പോ അച്ഛനും മറ്റും തങ്ങളുടെ കാര്യം അറിഞ്ഞു. തങ്ങളുടേത് ഒരു ഫേക്ക് മാരേജ് ആണ് എന്ന് അച്ഛൻ അറിഞ്ഞാൽ സ്ട്രേറ്റ് ഫോർവേഡായി അച്ഛൻ അത് മിലിറ്ററിയിൽ റിപ്പോർട്ട് ചെയ്യുമെന്നും തങ്ങൾ ഇരുവരുടെയും കാര്യം കഷ്ടത്തിലാകും എന്നും ലൂക്ക് ദേഷ്യത്തോടെ പറഞ്ഞു. ഇനിയിപ്പോ മറ്റു വഴികളില്ലെന്നും നമ്മൾ ഒന്നിച്ച് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ ഒരു വീട്ടിൽ താമസിക്കേണ്ടി വരും എന്നും ലൂക്ക് കൂട്ടിച്ചേർത്തു. ക്യാസിയും അതൊക്കെ കേട്ടൊന്ന് ഷോക്കായിരുന്നു. മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ക്യാസിയുടെ വീട്ടിൽ താമസിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. പിന്നാലെ ഫ്രാങ്കി മരണപ്പെട്ട വിവരം ലൂക്കിൽ നിന്നും ക്യാസി അറിയുകയാണ്. തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ മരണം ക്യാസിയെ വേദനിപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതും പൊട്ടിക്കരയിക്കുന്നതുമായിരുന്നു. കരഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്കോടി. പിന്നീട് ഫ്രാങ്കിയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നപ്പോൾ അവൾ അതിൽ പങ്കെടുത്തു. അന്ന് ആ ഫ്യൂണറൽ ചടങ്ങിൽ വെച്ച് ഫ്രാങ്കിയുടെ ഗേൾഫ്രണ്ടിനെ ക്യാസി നേരിട്ട് കണ്ടു. യുദ്ധമുഖത്ത് നിന്ന് വന്നാൽ അവൻ അവളെ പ്രപ്പോസ് ചെയ്യാനിരുന്നതായും അതിനായി അവൻ വാങ്ങിവെച്ചിരുന്ന റിംഗാണിത് എന്നും പറഞ്ഞ് അവൻ ക്യാസിക്ക് കൊടുത്തിരുന്ന റിംഗ് അവൾ അവന്റെ ലവറിന് കൊടുത്തു. ഒരാഴ്ചയ്ക്ക് ശേഷം ലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി. ക്യാസിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് അവരിരുവരും വന്നു ചേർന്നു. ലൂക്കിന് ഫിസിക്കൽ തെറാപ്പിക്ക് പോകണമായിരുന്നു. അതിന് കൊണ്ടുപോകാൻ അവന്റെ അച്ഛനായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ അലങ്കോലമായി കിടക്കുന്ന ക്യാസിയുടെ അപ്പാർട്ട്മെന്റ് അവർക്കൊന്ന് ഓർഡറിലാക്കണമായിരുന്നു. കണ്ടാൽ മാരീഡ് കപ്പിൾസിന്റെ വീടായേ തോന്നാവൂ. അച്ഛൻ അടുത്ത ദിവസം പീറ്റിക്ക് കൊണ്ടുപോവാൻ അവനെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവരിരുവരും ചേർന്ന് വീട് അറേഞ്ച് ചെയ്തു. വിവാഹ ഫോട്ടോകൾ സെറ്റ് ചെയ്തു വെക്കുകയും ഒരു ഫേക്ക് റിംഗ് ഉണ്ടാക്കി ക്യാസി കയ്യിൽ അണിയുകയും ചെയ്തു. കാര്യങ്ങൾ അങ്ങനെ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. മറുവശത്ത് ക്യാസിയുടെ കരിയറും മെച്ചപ്പെടുന്ന
പറയുന്നുണ്ടായിരുന്നു. ലൂക്കും ഒന്നിച്ചുള്ള ക്യാസിയുടെ ജീവിതവും ക്യാസിയുടെ റീഹാബും ഒക്കെ ചേർന്ന് ഇൻസ്പയർഡായ ക്യാസി ഐ ഹേറ്റ് ദ വേ എന്ന് പറഞ്ഞുള്ള ഒരു സോങ് എഴുതി അതവൾ പെർഫോം ചെയ്യുകയും ചെയ്തു. മ്യൂസിക് ലേബൽസ് വരെ അവളുടെ ഒറിജിനൽ സോങ് റെക്കോർഡ് ചെയ്യാൻ മുമ്പോട്ട് വന്നു തുടങ്ങിയിരുന്നു. മറുവശത്ത് ലൂക്കാകട്ടെ തന്റെ റീഹാബുമായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു. അതിലും അവൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാസി അവന് സപ്പോർട്ടായി ഒരു വളർത്തുനായിയെ വാങ്ങിക്കൊടുത്തു. പക്ഷേ അപ്പോഴും ജോണോ ലൂക്കിനെ വിട്ടിരുന്നില്ല. ജോണോ ലൂക്കിനെ വിളിച്ചു. ലൂക്കിന്റെ ഫേക്ക് മാരേജിന്റെ കാര്യമൊക്കെ തനിക്ക് അറിയാമെന്നും ക്യാസി ഇപ്പൊ നിന്റെ ഫാമിലി ആയതുകൊണ്ട് തന്നെ ക്യാസിയുടെ കുടുംബത്തെയും പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴയ്ക്കാൻ താൻ മടിക്കില്ല എന്നും ജോണോ ഭീഷണിപ്പെടുത്തി. എത്രയും വേഗം പണം തരണം എന്നും ആവശ്യപ്പെട്ടു. ഒരു ദിവസം ക്യാസി മടങ്ങി വരുമ്പോൾ കണ്ടത് വീൽചെയറിൽ നിന്നും സ്റ്റിക്ക് കുത്തി നടക്കുന്ന ലെവലിലേക്ക് ലൂക്ക് മെച്ചപ്പെട്ടിരുന്നതായിരുന്നു. അന്നവർ ബാൽക്കണിയിലിരുന്ന് ഒരുപാട് സംസാരിച്ച് ഭക്ഷണം കഴിച്ചു. പരസ്പരം തമാശകൾ പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തു. അവരുടെ സംസാരവും ഒന്നിച്ചുള്ള ജീവിതവും അവരെ ഒരുപാട് അടുപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ലൂക്കിനെ കുളിപ്പിക്കുവാൻ ക്യാസി സഹായിക്കാൻ പോയി. ആ സമയമായിരുന്നു അവന്റെ ശരീരത്തിലെ മുറിവിന്റെ ആഴം ക്യാസി നോക്കിക്കാണുന്നത്. എത്രമാത്രം ലൂക്ക് സഹിക്കുന്നുണ്ട് എന്ന് ക്യാസി തിരിച്ചറിഞ്ഞു. എന്നും അവന്റെ കൂട്ടത്തിൽ താനുണ്ടാകും എന്ന് ക്യാസി ആ സമയം ലൂക്കിനോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ അവർ ഒന്നിച്ചായിരുന്നു ഉറങ്ങിയത്. അടുത്ത ദിവസം ഒരു ഫാമിലി പാർട്ടി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ലൂക്ക് കുട്ടികളോട് കാണിക്കുന്ന അനുതാപവും അവരെ സ്നേഹിക്കുന്നതും ഒക്കെ ക്യാസി നോക്കിക്കാണുന്നുണ്ട്. ലൂക്കിന്റെ സഹോദരി നിങ്ങൾ പ്രഗ്നന്റ് ആകേണ്ട സമയമായി, ലൂക്ക് നല്ലൊരു അച്ഛനായിരിക്കും എന്നൊക്കെ ക്യാസിയോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ക്യാസിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ടാണ് ലൂക്ക് ഉണരുന്നത്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. ആരോ ഒരാൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് പാനിക്കായ ക്യാസിയുടെ അമ്മയായിരുന്നു വിളിച്ചിരുന്നത്. ക്യാസിയും ലൂക്കും നേരെ ക്യാസിയുടെ വീട്ടിലേക്ക് ചെന്നു. ക്യാസിയുടെ ഏറ്റവും അടുത്തൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് താൻ എന്നായിരുന്നു ലൂക്ക് സ്വയം പരിചയപ്പെടുത്തിയത്. അമ്മയെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞ ലൂക്ക് അമ്മയ്ക്കൊപ്പം ക്യാസിയെ നിർത്തി വീടിനുള്ളിൽ കയറി നോക്കി. വീടിനുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ജോണോയുടെ കോൾ വന്നു. താനാണ് ക്യാസിയുടെ അമ്മയുടെ വീടിനുള്ളിൽ കടന്നു കയറിയതെന്നും നീ ഇപ്പോ ഇവിടെ വന്ന് ക്യാസിയുടെ അമ്മയ്ക്കടുത്ത് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞില്ലേ, അതിന്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ടെന്നും പണമുടൻ തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫേക്ക് മാരേജിന്റെ കാര്യം താൻ പുറത്തുവിടും എന്നും പറഞ്ഞ് ജോണോ ഭീഷണിപ്പെടുത്തി. അന്ന് വീട്ടിൽ തിരികെ എത്തിയപ്പോ തന്റെ ഡയബറ്റീസ് കാരണം ക്യാസി വല്ലാതെ അവശതയിലായിരുന്നു. അവൾ തളർന്നു വീഴാൻ പോയതും അത് കണ്ട ലൂക്ക് വേഗത്തിൽ മരുന്നെടുത്ത് അവൾക്ക് കൊടുത്ത് അവളെ ഓക്കെ ആക്കി. വിവാഹ സമയത്തെ അവരുടെ പ്രതിജ്ഞ പോലെ ഓരോ അപ്സിലും ഡൗൺസിലും പരസ്പരം അവർ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ജോണോയുടെ പ്രവൃത്തികൾ പരിധി വിട്ടതുകൊണ്ട് ജോണോയെ എതിരിടാൻ ലൂക്ക് തീരുമാനിച്ചിരുന്നു. പിറ്റേന്ന് തന്നെ ജോണോയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചെന്ന ലൂക്ക് ജോണോയെ അടിച്ചിട്ട് താൻ കൂട്ടിവെച്ചിരുന്ന പണമടക്കം അവന് കൊടുത്ത് അവൻ ഉപദ്രവിച്ചതിന് കണക്ക് ചോദിച്ച് അവിടെ നിന്ന് തിരികെ പോന്നു. പോരുന്ന വഴിയിൽ അവൻ ഫ്രാങ്കിയുടെ കുഴിമാടത്തിലും പോയി. തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പാർട്ട്മെന്റിന് വെളിയിൽ ക്യാസി സ്യൂട്ട് കേസിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ലൂക്കിനെ അതിശയിപ്പിച്ചിരുന്നു. ദേഷ്യത്തിലായിരുന്നു. എന്താ പ്രശ്നമെന്ന് ലൂക്ക് ചോദിച്ചപ്പോ ക്യാസി ലൂക്കിനോട് എതിരിട്ടത് ജോണോ എന്നു പേരുള്ള ആരോ തന്റെ വീട്ടിലേക്ക് പോയിരുന്നെന്നും അവിടെ ചെന്ന് നമ്മുടെ ഫേക്ക് മാരേജിനെ പറ്റിയൊക്കെ അയാൾ തന്റെ അമ്മയോട് പറഞ്ഞുകൊടുത്തു. ജോണോയും നീയും തമ്മിൽ എന്താ പ്രശ്നം എന്നൊക്കെ ക്യാസി ലൂക്കിനോട് ചോദിച്ചു. ആദ്യമൊക്കെ കളവ് പറഞ്ഞൊഴിഞ്ഞു മാറാൻ ലൂക്ക് ശ്രമിച്ചെങ്കിലും ക്യാസി ലൂക്കിനുമേൽ തട്ടിക്കയറി സത്യം ചോദിച്ചതോടെ തന്റെ പാസ്റ്റിനെ പറ്റിയും താനൊരു മയക്കുമരുന്ന് അഡിക്റ്റ് ആയിരുന്നു എന്ന കാര്യവുമൊക്കെയും അവൾ അവനോട് പറയുകയാണ്. ക്യാസിയെ താൻ വിവാഹം കഴിച്ചത് തന്നെ അവന് തിരിച്ചു കൊടുക്കാനുള്ള പണത്തിനു വേണ്ടിയാണെന്നും പക്ഷെ എന്റെ മയക്കുമരുന്ന് ശീലമൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ അവസാനിപ്പിച്ചതാണ് എന്നൊക്കെ ലൂക്ക് പറഞ്ഞു. പക്ഷേ എത്രയൊക്കെ ലൂക്ക് ശ്രമിച്ചിട്ടും അത്രനാളും അവൻ തന്നോട് കള്ളം പറയുകയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ക്യാസി ലൂക്കിനോട് തട്ടിക്കയറി. ദുഃഖത്തിൽ കണ്ണുകൾ നിറഞ്ഞ് ക്യാസി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അന്ന് രാത്രി അവൾക്കൊരു കൺസേർട്ട് ഉണ്ട്. തിരിച്ചു വരുമ്പോ ലൂക്കിന്റെ മുഖം ഇനി തനിക്ക് കാണേ വേണ്ട എന്നവൾ പറഞ്ഞിരുന്നു. ഡിവോഴ്സ് വേണമെന്നും അവൾ ആവശ്യപ്പെട്ടു. അന്ന് രാത്രി ക്യാസി തന്റെ ഷോയിലെത്തി. വളരെയധികം ദുഃഖവും മറ്റും അവൾക്കുണ്ടായിരുന്നെങ്കിലും പ്രൊഫഷണലായി തന്നെ അത് ഡീൽ ചെയ്യാൻ അവൾ ശ്രമിച്ചു. ലൂക്കും ആകെ വല്ലാതായിരുന്നു. വേദനയും ദേഷ്യവും സഹിച്ചു പിടിച്ച് ഒരു വാശിയിൽ അവൻ തെരുവിലൂടെ ഓടി. വയ്യാത്ത കാൽ വെച്ച് ആദ്യമോടാൻ വേദന സഹിച്ചവൻ കഷ്ടപ്പെട്ടെങ്കിലും പതിയെ പതിയെ അതവൻ ഓക്കെയായി മാറി. അവന്റെ കാൽ സുഖപ്പെട്ടു. നല്ല രീതിയിൽ ഓടാൻ അവന് കഴിഞ്ഞു. തന്റെ കാൽ ശരിയായത് കണ്ട് സന്തോഷിച്ച ലൂക്ക് അവിടെ ഇരിക്കുമ്പോ ആ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. ലൂക്കിന്റെ സുപ്പീരിയർ അവിടെ എത്തി. ലൂക്കിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നറിയിച്ചു. മറുവശത്ത് ക്യാസിയുടെ അന്നത്തെ ഷോ വളരെ സക്സസ്ഫുൾ ആയി മാറിയിരുന്നു. മാനേജർ വന്ന് ക്യാസിക്ക് ഏറ്റവും വലിയൊരു ഷോയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം സന്തോഷത്തോടെ അറിയിച്ചു.
രാത്രിയിൽ ഉറങ്ങുകയായിരുന്ന ക്യാസിക്ക് ലൂക്കിന്റെ അച്ഛനിൽ നിന്നൊരു കോൾ വന്നു. ജോണോ എന്നു പേരുള്ള ഒരു വ്യക്തി അവരുടെ ഫേക്ക് മാരേജ് റിപ്പോർട്ട് ചെയ്തതായും മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ ലൂക്ക് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും അടുത്ത ദിവസം അതിന്റെ വിചാരണ നടക്കും എന്നും അദ്ദേഹം ക്യാസിയെ അറിയിച്ചിരുന്നു. അത്രയും നാളും താൻ പറ്റിക്കപ്പെട്ടതിലുള്ള നിരാശയും മറ്റും അയാൾ ക്യാസിയോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ക്യാസിക്ക് മറുപടിയൊന്നും പറയാൻ സാധിച്ചില്ല. കുറ്റബോധത്താൽ ക്യാസി നിറഞ്ഞിരുന്നു. വൈകാതെ മിലിറ്ററി വിചാരണ നടക്കുകയാണ്. അങ്ങോട്ടേക്ക് ക്യാസിയും വന്നെത്തിയിരുന്നു. വിചാരണ സമയത്ത് ലൂക്കിന്റെ ലോയർ ലൂക്കിനോട് ഒന്നും മിണ്ടണ്ടെന്നും അങ്ങനാണേൽ നിന്റെ ശിക്ഷയൊക്കെ എങ്ങനെയെങ്കിലും കുറച്ചെടുക്കാൻ സാധിക്കും എന്നും അവനോടായി പറഞ്ഞു. പക്ഷേ ക്യാസിക്കും ശിക്ഷ വിധിക്കപ്പെടും എന്ന് ലൂക്കിന് അറിയാമായിരുന്നു. ലൂക്കിന് അതിന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. ക്യാസിയെ അവൻ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വിചാരണ സമയത്ത് എഴുന്നേറ്റ് നിന്ന ലൂക്ക് എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റെടുത്തു. ക്യാസി തന്റെ പ്ലാനിന്റെ ഇര മാത്രമാണ് എന്നും അവൻ പറഞ്ഞു. അതോടെ കോടതി അവൻ 6 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചു. 6 മാസം കഴിയുമ്പോൾ മോശം സ്വഭാവത്തിന്റെ പേരിൽ അവൻ മിലിറ്ററിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടും. ക്യാസിക്കുമേൽ ഇരയെന്നവൻ തന്നെ പറഞ്ഞതോടെ യാതൊരുവിധ നടപടിയും കോടതി എടുത്തതുമില്ല. തന്നെ നിരപരാധിയാക്കുവാൻ ലൂക്ക് അങ്ങനെ കുറ്റം ഏറ്റെടുത്തതും മറ്റും ക്യാസിയുടെ ഹൃദയത്തെ തൊട്ടിരുന്നു. അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നി. എല്ലാ കാര്യത്തിനും ലൂക്കിനെ കുറ്റപ്പെടുത്തിയതിനും അവനോട് ഡിവോഴ്സ് ചോദിച്ചതിനും. അടുത്ത ദിവസമായിരുന്നു അവളുടെ കൺസേർട്ട് ഉണ്ടായിരുന്നത്. വേദിയിലേക്ക് കയറുന്നതിനു മുമ്പ് ലൂക്കിനൊപ്പമുള്ള വിവാഹ വീഡിയോ അവൾ എടുത്തു നോക്കി. എല്ലാ അപ്സിലും ഡൗൺസിലും കൂടെ നിൽക്കും എന്നുള്ള പ്രതിജ്ഞാവാചകവും അവൾ നോക്കിക്കണ്ടു. വൈകാതെ വേദിയിൽ പാടുവാൻ അവൾ കയറിയിരുന്നു. ലൂക്കിനൊപ്പമുള്ള എല്ലാ ഓർമ്മകളും ഓർത്തെടുത്ത് അത്രമേൽ ഇമോഷണൽ ആയിട്ടായിരുന്നു അവൾ അന്ന് പാടിയത്. അതും അത്രയും വലിയ ഒരു ഇവന്റിൽ. ഐ ഡിഡ്ന്റ് നോ എന്ന പുതുതായി അവരുടെ ബന്ധത്തെ അടിസ്ഥാനമാക്കി അവൾ എഴുതിയ ഒറിജിനൽ സോങ് ആയിരുന്നു അന്നവൾ അവിടെ പാടിയത്. ആ പാട്ടും വലിയൊരു ഹിറ്റായി മാറുകയായിരുന്നു. ക്യാസിയുടെ കരിയർ മികച്ച രീതിയിൽ മുമ്പോട്ടു പോകും എന്നത് സൂചിപ്പിക്കുകയും ചെയ്തു. അതിനോടകം തന്നെ ക്യാസി ചിലത് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അടുത്ത ദിവസം ലൂക്കിനെ തടവ് ശിക്ഷയ്ക്കായി മിലിറ്ററി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ലൂക്കിനെ കാണാൻ ക്യാസി ചെന്നു. ലൂക്കിനെ കണ്ട അവൾ താനിപ്പോൾ യാഥാർത്ഥ്യത്തിൽ അവനെ പ്രണയിക്കുന്നതായും അവനൊപ്പം ബാക്കി ജീവിതം ജീവിക്കാൻ താല്പര്യപ്പെടുന്നതായും അവനോട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എത്ര നാളെടുത്താലും അവൻ തിരികെ വരുന്നവരെ താൻ കാത്തിരിക്കും എന്നും ക്യാസി വ്യക്തമാക്കിയിരുന്നു. ലൂക്ക് തന്റെ വെഡിംഗ് റിംഗ് അവൾക്ക് കൊടുത്തു. ഇനി മുതൽ ഇത് ഒറിജിനലാണ് എന്നും അവളോടായി പറഞ്ഞു. ഇരുവരും ഏറെ സ്നേഹത്തിലും സന്തോഷത്തിലും ചിരിക്കുന്നുണ്ടായിരുന്നു. 6 മാസത്തിനു ശേഷം ലൂക്ക് ജയിൽ മോചിതനായി. സന്തോഷത്തോടെ മാരീഡ് കപ്പിൾസായി ലൂക്കും ക്യാസിയും ഒന്നിച്ചു ജീവിക്കാൻ ആരംഭിച്ചു. ക്യാസി ഒരു ഫേമസ് സിംഗറായി തന്നെ മാറിയിരുന്നു. സന്തോഷത്തോടെ അവർ ഒന്നിച്ച് ജീവിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.